ഞാൻ നടന്നു വരുമ്പോ ഇയാൾ പട്ട് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇയാൾ പട്ട് പോയിട്ട് നീ കള്ളല്ലോ എന്റെ സാധനം എന്ത് നിങ്ങൾ കാണിക്കുന്നത്? എന്റെ സാധനം എന്തെങ്കിലും സാധനം കൊണ്ട് നടന്നുകൂടെ ഈ രാജ്യത്തേടെ സാധനത്തൂടെ? ഞാൻ കള്ളനല്ല. ഒരാൾ വന്നിട്ട് എന്നെ പട്ടുന്നത് വിളിച്ചു പറയുന്നു നീ കള്ളനല്ലടാ, നീ കട്ടില ഓടുന്നു. നീ ഞാൻ കള്ളനൊന്നല്ലപ്പോ. നിങ്ങൾ കേൾക്കണേ, എല്ലാവരും കേൾക്കണം. ഞാൻ പണിയെടുത്തിട്ട് അധ്വാനിച്ചിട്ട് കുറച്ച് ദൂരെ പണിയെടുത്തിട്ട് കുടുംബം പോരുന്ന ഒരാളാണ്. എന്തിന് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ചോദിക്കുന്നത്? അത് കത്തിരുന്നു. ഇത് 12 വിളക്ക് കത്തിക്കണ്ടേ? 5 തിരിവിന് കത്തിക്കണ്ടേ? വീട്ടിൽ വന്നിട്ട് എത്ര ദിവസമായി കുറെ ആള് വരുന്നത്? കത്തിച്ചോളണം വിളക്ക് ഇല്ലാണ്ട് തിന്നാ. അതിൽ ഞാൻ കത്തിക്കണോ? എന്നോട് പറയുന്നേ നിന്നെ ബാക്കി വെക്കൂല. നിന്റെ കുടുംബം എന്റെ കുഞ്ഞടാ. കത്തിക്കണം വിളക്ക് കത്തിക്കണം. എന്റെ വീട്ടിലും കത്തിക്കല്ലേ വിളക്ക്? സന്ധ്യാനേരത്താണ്, നട്ടുച്ചക്കല്ല. ഏത് നേരവും അപകടമായ ഭക്കീന്റെ വെടിവെച്ച് വന്ന നിങ്ങളുടെ രാമനല്ല എന്റെ രാമൻ. എന്റെ വീട്ടിലാണ് ഒരു വിളക്കില്ലാണ്ട് ഞാൻ അവസാനം എന്റെ ജീവൻ രക്ഷിക്കാൻ കുഞ്ഞുകളിൽ കയറി പൊടിപ്പിള്ളർ അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഒരു വിളക്ക് ഞാൻ എടുത്തു. ഒരു വിളക്കെടുത്തു. ഞാൻ കള്ളനായി. എന്നെ കള്ളനാക്കി. നിങ്ങൾക്കറിയാം എന്തിന്റെ? ഞാൻ പണ്ട് നാമം ചോദിച്ചിന് ചമ്മണം പറഞ്ഞിരുന്നിട്ട് രാമ 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 രാമെന്ന് ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പം ആ രാമന് വേണ്ടിട്ട് ആ രാമന്റെ പേര് പറഞ്ഞിട്ട് എന്നെ തള്ളാൻ വരുന്നത്, എന്നെ കുഞ്ഞനെ കൊല്ലാൻ വരുന്നത്. പിന്നെ ഞാനെന്ത് ചെയ്യണ്ടേ? കള്ളനാക്കി. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കള്ളനാക്കി. ഞാൻ കട്ടു കള്ള പെരുങ്കള്ളൻ. കാര്യം മനസ്സിലാക്കണം. അവരുയർത്തുന്ന രാമൻ അത് ഗാന്ധിജി പറഞ്ഞ രാമനല്ല. ഇരുട്ടിൽ വെളിച്ചം പകരും. പക്ഷെ നിങ്ങൾ ഈ നട്ടുച്ച നേരത്ത് കത്തുന്ന ഈ വെളിച്ചമുണ്ടല്ലോ, അത് മനുഷ്യ മനസ്സുകളിൽ അന്ധകാരം വളർത്തുന്നതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ 50,000 തിരിയിട്ട് കത്തിച്ചു കഴിഞ്ഞാലും ഈ മനുഷ്യന്റെ മനസ്സിൽ പറന്നിരിക്കുന്ന ഇരുട്ടിനെ നമുക്ക് അകറ്റാൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കൂടിയിരിക്കുന്ന ഈ ചെറുപ്പക്കാരുണ്ടല്ലോ, ഇവരുടെ മനസ്സിലെ വെളിച്ചം, ഈ വെളിച്ചത്തിലാണ് ഈ ഇന്ത്യയുടെ പ്രതീക്ഷ മുഴുവൻ. ഈ 10,000 മനസ്സിലെ വെളിച്ചം അത് കെടുക്കുന്നതിന് വേണ്ടി ഇവർ ഉയർത്തുന്ന രാമനുണ്ടല്ലോ, ഇവർക്കൊന്നും ഒരിക്കലും സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയരെ, ചരിത്രം മറക്കാതിരിക്കുക. പ്രിയരെ, നിങ്ങൾ തിരിച്ചറിയുക എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. രാമനാമം ജപിച്ച് കുട്ടിക്കാലത്തെ വളർന്ന നമ്മൾ സന്ധ്യാനേരത്താണ് രാമനാമം ജപിക്കുന്നത്. ഇപ്പോ നട്ടുച്ചക്ക് എല്ലാവരും വിളക്ക് കത്തിച്ചോടണം എന്ന് പറയാൻ ഈ നാട് എന്താണായത്? നിങ്ങൾ ചിന്തിക്കണം. ചിന്തിച്ച് വിവേകം നേടണം. അങ്ങനെയാണ് നിങ്ങൾ മനുഷ്യരാവുക. രാമഭക്തരായ ഗാന്ധിജിയെ കൊന്നത് മറ്റൊരു രാമഭക്തനാണ്. നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും?